فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى لا يبلى طيب എന്താ ഫവസ്വസ ഇലൈഹി ഷൈത്താൻ ഷൈത്താൻ ആദമിലേക്ക് വസ്വാസ് എത്തിച്ചു. വസ്വസയിൽ നിന്ന് വിശ്വാസുണ്ട്, വസ്വാസുണ്ട്. വസ്വാസ് അൽ വസ്വാസ് ഉണ്ടാക്കുന്നവനാണ്. വിശ്വാസ് ഉണ്ടാക്കപ്പെടുന്ന വസ്വസയാണ്. എന്താ വസ്വസ എന്ന് പറഞ്ഞാൽ ഗോപ്യമായ ശബ്ദത്തിന് വസ്വസ എന്ന് പറയും. മങ്ങിയ നേരിയ ശബ്ദത്തിന് വസ്വസ എന്ന് പറയും. ഇവിടെ സന്ദേഹം സൃഷ്ടിക്കുക, സംശയം ജനിപ്പിക്കാതാണ്. അത് സൃഷ്ടിക്കുന്ന ആളാണ് വസ്വാസ്. അതുകൊണ്ടാണ് മീൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, അൽ ഖന്നാസായ അൽ വസ്വാസിൻ്റെ ഷർറിൽ എന്ന് പറയുന്നത്. വസ്വാസ് ഉണ്ടാക്കുന്നവനാണ് പിന്നെ വസ്വാസ്. വിശ്വാസ് ആ വസ്വസത്തിനാണ് പറയാം, ദുർമന്ത്രണത്തിന്. വസ്വസ ലി എന്നാണ് ഇവിടെ പറഞ്ഞത്, സൂറത്ത് ആറാഫിൽ വന്നത്. വസ്വസ ലഹുമ അവർക്ക് വേണ്ടിയിട്ട് വസ്വാസ് ഉണ്ടാക്കിയത്. ഇത് വസ്വസ ഇലൈഹി എന്നാണ് എന്ന് പറഞ്ഞെങ്കിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് അതവിടെ എത്തിച്ച് ആദമിലേക്ക് എത്തിച്ചു. അപ്പോൾ വസ്വസ ഇലൈഹി ഷെയ്ത്താൻ ആദമിലേക്ക് തൻ്റെ വസ്വാസിനെ എത്തിച്ച് മനസ്സിൽ കൊണ്ടിട്ട് ഖാല ഷെയ്ത്താൻ പറഞ്ഞ് യാ ആദം ഹൽ അദുല്ലുക് ഞാൻ താങ്കളെ അറിയിക്കട്ടെ. ഹൽ അദുല്ലുക ഞാൻ താങ്കളെ അറിയിക്കട്ടെ. ദല്ല യദുല്ലു അദുല്ലു പറഞ്ഞാൽ ഞാൻ അറിയിക്കും. അദുല്ലുക ഞാൻ താങ്കളെ അറിയിക്കട്ടെ. അല ഷജറത്തുൽ ഖുൽദ് ഷജറത്തുൽ ഖുൽദിനെ ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെ. അതേപോലെ വമുൽക്കിൻ ലാ യബ്ല മുൽക്ക് എന്താ? അധികാരമാണ്. അധികാരം മറ്റുള്ളവരിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഉള്ള അധികാരം, അതിനാണ് മുൽക്ക് എന്ന് പറയാം. ലാ യബ്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ യബ്ല ബലിയ യബ്ല എന്ന് പറഞ്ഞാൽ എന്താ? ബലിയ യബ്ല എന്ന് പറഞ്ഞാൽ ഇൻതഹ എൻതഹി അവസാനിച്ചു, ജീർണിച്ചു, നുരുമ്പി എന്ന് പറയും. ലാ യബ്ല ലാ എൻതഹി അവസാനിക്കുകയില്ല, ജീർണിക്കുകയില്ല, നുരുമ്പില്ല എന്നുള്ള അർത്ഥത്തിന് പറയും. ലാ തബ്ല വലാ തബ്ല സിയാബുക്ക് എന്ന് പറയുന്നത് എന്താ? ലാ തബ്ല വലാ തബ്ല സിയാബുക്ക് അല്ലെങ്കിൽ വലാ യബ്ല സിയാബുക്ക് എന്ന് പറയും. ആരോടാ പറയാം? പുതിയ വസ്ത്രം ധരിച്ച ആളോട് പറയുന്നതാണ്. പുതുവസ്ത്രം ധരിച്ച ആളോട് പറയും ലാ തബ്ല വലാ യബ്ല സിയാബുക്ക് എന്നാണ്. എന്താ? നിനക്ക് പിന്നെ നിത്യ നന്മ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ നിത്യജീവിതം ഉണ്ടാകട്ടെ എന്നുള്ളൊരു ആശംസയാണത് യബ്ല. ഇവിടെ നോക്കി നിങ്ങൾ, ഇബ്ലീസിൻ്റെ വസ്വാസ് എങ്ങനെയാണ്? ഇത് പറഞ്ഞിട്ടുണ്ട് യാ ആദം ഹൽ അദുല്ലക ഞാൻ താങ്കളെ അറിയിക്കട്ടെ അല ഷജറത്തുൽ ഖുൽദിനെ അറിയിക്കട്ടെ എന്നാണ്. ഷജറത്തുൽ ഖുൽദ് പറഞ്ഞാൽ ഖുൽദിൻ്റെ ഷജറത്ത് എന്നാണ്. ഖുൽദ് പറഞ്ഞാൽ നിത്യവാസം. അതിൻ്റെ ഷജറത്തിനെ എന്നാണ് അറിയിക്കട്ടെ എന്നാണ്. ഷജറത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലൊരു മരമുണ്ട്. ഷജറത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞിട്ട് ഒരു മരമുണ്ട് സ്വർഗത്തിൽ. അതല്ല ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ഫിൽ ജന്നത്തി ലഷജറത്തൻ, സ്വർഗത്തിലൊരു ഷജറത്തുണ്ട്. യസീറു റാക്കിബു അൽ ജവാദുൽ മുദ്മിർ ഫി ദില്ലിഹി മിഅത ആമിൻ. ഒരു അശ്വഭടൻ പിന്നെ തൻ്റെ കുതിരപ്പുറത്ത് 100 വർഷം അതിൻ്റെ തണലിലൂടെ, ആ വൃക്ഷത്തിൻ്റെ തണലിലൂടെ ചരിക്കും. ഒരിക്കലും ആ വില്ലിനെ അയാൾ മുറിച്ചടക്കൂല എന്ന് പറയണം. അത്ര വലിയ വൃക്ഷം. അതിനെക്കുറിച്ച് പറയേണ്ടത് ഷജറത്തുൽ ഖുൽദാണ്. ഇതിന് ശാസ്ത്രമ തങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട്. ആ ഷജറക്ക് ഷജറത്തുൽ ഖുൽദ് എന്ന് പറയും. ചില നിവേദനങ്ങളിൽ തൂബ എന്നും പറയും. തൂബ ഷജറത്തുൽ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ഷജറയാണ് തൂബ എന്ന് പറയുന്നുണ്ട്. അത് വേറെ വൃക്ഷം, അതിനും ഇങ്ങനെ പ്രത്യേകത ഉണ്ട്. ഷജറത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞൊരു ഷജറുണ്ട് സ്വർഗത്തിൽ. ഇവിടെ ഷജറത്തുൽ ഖുൽദ് എന്ന് പറയാൻ കാരണം ഇബ്ലീസ് എന്തിനാ പറയണത്? പിന്നെ ആറാഫിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ. ആദം ഹവ്വ നിങ്ങൾ ഇരുവരെയും നിങ്ങളുടെ റബ്ബ് വിലക്കിയിട്ടില്ല. അൻ ഹാദിഹി ഷജറ, ഈ ഷജറയിൽ നിന്ന്. ഇല്ല അൻ തകൂന മലക്കൈനി, നിങ്ങൾ മലക്കുകളാകും എന്നതിനാലല്ലാതെ. ഔ തകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ ഖാലിദീൻ സ്വർഗത്തിൽ എന്നെന്നുമായി വസിക്കുന്നവരാകും. അതുകൊണ്ടാണ് അള്ളാഹ് നിങ്ങളുടെ റബ്ബ് വിലക്കിയിട്ടുള്ളതെന്ന് പറയാണ്. അപ്പോൾ ഉണ്ടല്ല, ആ വൃക്ഷത്തോടടുത്താലാണ് ഖാലിദീൻ. ഇവിടെ നോക്കി
ഷജറത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞ് ഇബ്ലീസിൻ്റെ വസ്വാസിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ഖാലിദീങ്ങളാകും, ഇവിടെ ഷജറത്തുൽ ഖുൽദാണ് ഈ വൃക്ഷം, അതിനോടാണ് അടുക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ വഖാസമഹും, അതാണ് ആറാഫിൽ പറയണത്. ഖാസമഹുമ, അത് ആണയിട്ട് പറയണം, സത്യം ചെയ്ത് പറയണം. പിന്നെ ഇവിടെ നോക്കി വമുൽക്കിൻ ലാ യബ്ല, നിലക്കാത്ത മുൽക്ക് എന്നാണ്, അസ്തമിക്കാത്ത മുൽക്ക്, അധികാരം, സ്വാതന്ത്ര്യം എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഇപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലാണെങ്കിലും അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനാണ്. അള്ളാഹ് പറഞ്ഞ എല്ലാ സ്വർഗവും എന്താ പിന്നെ ഫകുലാ മിൻഹ ഹൈസു ശിഅ്തും റഗദ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹ് പറഞ്ഞിട്ട് വലാ തഖ്റബ ഹാദിഹി ഷജറ, അള്ളാഹിൻ്റെ സ്വർഗത്തിലാണ്, അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനായിട്ടാണ് ആദമുള്ളത്. ഇവിടെ എന്തില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം ആദമിനില്ല. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്, മുൽക്കില്ലാ യബ്ലാൻ, പിന്നെ ഒരിക്കലും നിലക്കാത്ത തീരാത്ത മുൽക്ക്, പൂർണ്ണ അധികാരം, അത് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറയണം. അപ്പോൾ ഈ അള്ളാൻ്റെ ഈ വിധിവിലക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരധികാരം അത് അറിയിച്ചു തരട്ടെ എന്നുള്ളതാണ് ഇബ്ലീസ് വസ്വാസം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം നസിയ, മറന്നത്. വലം നജിദ് ലഹു അസ്മ, അതോടുകൂടിയിട്ട് ആദമിൽ ആ പിന്നെ വിരോധത്തിന് നേരെ ഉണ്ടാകേണ്ട അസ്മുണ്ടല്ലോ, അത് ആദമിനുണ്ടായില്ല. തയ്യിബ് ഫവസ്വസ ഇലൈഹി ശൈത്താനു ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ് വമുൽക്കിൻ ലാ യബ്ല.